നമ്മളിപ്പോൾ കാണുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ആണേ. നോക്കി എന്ത് കഴിഞ്ഞ ആ ഒരു വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് നടന്ന സംഭവമാണ് കേട്ടോ. അത് ഇവിടെയൊക്കെ റോഡ് ബ്ലോക്ക് ആയിരുന്നു ഒരു 2-3. നമ്മളിപ്പോൾ കേശവമ്പാറ വ്യൂ പോയിന്റിലാണ് കേട്ടോ ഉള്ളത് നോക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. കൊല്ലംകോടിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഓക്കെ, നെല്ലിയാമ്പതി നിന്നും നെന്മാറയ്ക്ക് ഇറങ്ങുന്ന വഴിക്ക് കാണുന്നൊരു സൺസെറ്റാണ് കേട്ടോ കാണുന്നത്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു യാത്രയാണ് കേട്ടോ. ശരിക്കും ഒരു 3 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു പുതിയ യാത്രാ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പാവങ്ങളുടെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ നെല്ലിയാമ്പതിക്കാണ് കേട്ടോ. നമ്മൾ നെല്ലിയാമ്പതി ഇതിന് മുമ്പ് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. നെല്ലിയാമ്പതിയുടെ മാത്രം ഏതൊക്കെ പ്ലേസുകൾ കാണണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ട് നെല്ലിയാമ്പതിൽ. കരടി ബംഗ്ലാവിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് നമുക്ക് നൈറ്റ് ഒരു ജീപ്പ് സഫാരിയും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സഫാരിയാണ്. നമുക്ക് അതിൽ ആന, കാട്ടുപോത്ത്, അങ്ങനെ ഒരുപാട് കാട്ടുമൃഗങ്ങളെ നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നെല്ലിയാമ്പതിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് കാണാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും മനുവും കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മളൊരു 9 മണിക്ക് തന്നെ നമ്മൾ നെല്ലിയാമ്പതിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ആനയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ആനയെ കണ്ടതിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി യാത്ര സ്റ്റാർട്ട് ചെയ്യല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെല്ലികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതായത് നെന്മാറ വല്ലങ്ങി വേലയൊക്കെ നടക്കുന്ന അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നെന്മാറ വല്ലങ്ങി വേല നടക്കുന്നത് ഏപ്രിൽ 3-ാം തീയതിയാണ് കേട്ടോ. അതാ ഈ കാണുന്ന ഈ നെൽപ്പാടങ്ങളൊക്കെ ഇല്ലേ, കൊയ്ത്ത് കഴിഞ്ഞ് ആ ഒരു സമയമാവും കേട്ടോ. ശരിക്കും ഏപ്രിൽ 3-ാം തീയതിയാണ് നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഫുൾ ആൾക്കാരായിരിക്കും, ഫുള്ള് ജനങ്ങളായിരിക്കും. ഒരു കാല് കുത്താൻ പോലും ഇടേണ്ട സ്ഥലം ഉണ്ടാവില്ല, അത്തമ്മാതിരി ആൾക്കാരായിരിക്കും കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ആ ഒരു തെങ്ങിൻ്റെ സൈഡിലൊക്കെയാണ് കേട്ടോ നിന്ന് വെടിക്കെട്ട് കണ്ടത്. അപ്പോൾ നമ്മളിവിടുന്ന് നെല്ലിയാമ്പതിക്കുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ പാലക്കാട് എടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാടിൻ്റെ ഏത് ഗ്രാമഭാഗത്ത് പോവുകയാണെങ്കിലും നമുക്ക് ഒരു അടിപൊളി നല്ല കാഴ്ചകളായിരിക്കും കേട്ടോ. അത് ഒരു പ്രത്യേകിച്ച് മഴ സമയത്തോ മഴ സീസൺ ടൈമിലൊക്കെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. ഇപ്പം നമ്മൾ നെന്മാറ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെല്ലിയാമ്പതിക്ക് ഒരൊറ്റ എൻട്രൻസേ ഉള്ളൂ, ഒറ്റ എക്സിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതുവഴി മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അത് നെന്മാറ വഴി മാത്രമാണ് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. നെന്മാറ വഴി തന്നെ നമുക്ക് തിരിച്ചിറങ്ങുകയും വേണം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നെല്ലിയാമ്പതിക്കൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവരുണ്ടെങ്കിൽ എണ്ണയൊക്കെ കറക്റ്റ്, പെട്രോളൊക്കെ കറക്റ്റ് നെന്മാറയിൽ തന്നെ അടിച്ച് ഫില്ലാക്കിയിട്ട് പോവുക. നമുക്ക് മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഒരു ദിവസം ചിലവഴിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ റോപ്പ് വേ ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ഒരു ദിവസം ചിലവഴിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പോത്തുണ്ടി ഡാമൊക്കെ കഴിഞ്ഞ് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിൻ്റെ അവിടേക്കുള്ള റൂട്ടിലാണ് കേട്ടോ. ഇതാണ് ഇന്ന് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ പോത്തുണ്ടി ഡാമിലൊക്കെ. നെല്ലിയാമ്പതിയുടെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. 5-6 മണിയാകുമ്പോഴേക്കൊക്കെ നമുക്ക് തിരിച്ച് റിട്ടേൺ ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രാവിലെ നേരത്തേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ ഒരു 7 മണി സമയത്തൊക്കെ നമ്മൾ വരികയാണ്. നമ്മളാണ് എൻട്രി ചെയ്ത് ഫസ്റ്റ് വണ്ടി നമ്മുടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നേരത്തെയൊക്കെ പെട്ടെന്ന് ഒരുപാട് കാട്ടുമൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഒരു ടൈം നമുക്ക് വന്ന സമയത്ത് കാട്ടുപോത്തിനെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ കാണുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ആണേ. നോക്കി എന്ത് നല്ല അടിപൊളി വ്യൂ ആണ്. നോക്കി നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എല്ലാവിടെയും നല്ല രീതിയിൽ കേരളത്തിൽ മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയ്ക്ക് വെള്ളമൊക്കെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നോർമലി ഡിസംബർ സമയത്തൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാലൊന്നും ഇത്ര വെള്ളമൊന്നും കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഇവിടെയും നല്ല മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ സമയത്ത് റോഡ് തകർന്നു പോയതാണ് കേട്ടോ. ഇപ്പോൾ റോഡ് നേരാക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും റോഡ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അത് നോക്കി, ഭയങ്കര ഹെവി പാറക്കല്ല പ്രശ്നങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വീണ് എന്തായിരിക്കും അവസ്ഥ. നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ നെല്ലിയാമ്പതിലേക്ക് പോത്തുണ്ടി ഡാമിൻ്റെയൊക്കെ ഒരു വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ തന്നെ ശരിക്കും തണുപ്പ് സ്റ്റാർട്ടാവും കേട്ടോ. ശരിക്കും നമ്മൾ പാലക്കാടുകാർക്കൊക്കെ ഒരു ഊട്ടി പോയൊരു ഫീല് തന്നെയാണ് നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ.
ഗൈസ് നോക്കിയേ, കഴിഞ്ഞ ആ ഒരു വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് നടന്ന സംഭവമാണ് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് ബ്ലോക്കായിരുന്നു. ഒരു 2-3 ദിവസത്തേക്കൊന്നും ഇങ്ങോട്ട് ഒരു വാഹനങ്ങളെയും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ റോഡൊക്കെ നന്നാക്കി വരുന്നുണ്ട്. ഇപ്പോൾ നോക്കി ഇത്ര വരെ വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ്. ഇതേപോലെയാണ് വയനാട്ടിൽ സംഭവിച്ചത് കേട്ടോ. പക്ഷേ അത് താഴ്ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ആ വലിയൊരു ദുരന്തം ഉണ്ടായത് തന്നെ. ഇവിടെ നിന്ന് നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നോക്കി നെല്ലിയാമ്പതിലേക്ക് കയറുന്ന സമയത്തുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നമുക്കിതിപ്പോൾ കാണുന്നത് നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ആണ്. നോക്കി ഇപ്പുറത്ത് കുറേ നല്ല അടിപൊളി മലനിരകളാണ് കേട്ടോ ചുറ്റും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ കാണുന്ന താഴെന്ന് നമുക്ക് ആനയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, കുറേ മുമ്പായിരുന്നു കാണാൻ സാധിച്ചത്. ഇപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് കേട്ടോ വരുന്നത് നെല്ലിയാമ്പതിലേക്കൊക്കെ. ഇത് ഉല്ലാസയാത്രയുടെ KSRTC ബസ്സാണ് കേട്ടോ നിൽക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാമ്പതിയുടെ ഒരു മെയിൻ സെൻറ്ററിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ കേശവൻപാറ, കാരപ്പാറ വാട്ടർഫാൾസ്, ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതൊക്കെയാണ്. ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ആദ്യം ഹാങ്ങിങ് ബ്രിഡ്ജും കേശവൻപാറയുടെ സൈഡിലേക്ക് നമുക്ക് പോവാം കേട്ടോ. നോക്കി നെല്ലിയാമ്പതിലെ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ നോക്കി, എന്ത് ഭംഗിയാണ് കാണാൻ തന്നെ. പിന്നെ നീണ്ട് കിടക്കുകയാണ്. വണ്ടിയിലുണ്ടാവും. നമ്മൾ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരുപാട് നമുക്ക് കാപ്പിത്തോട്ടങ്ങൾ കാണാൻ വരുന്നുണ്ട്. വരുന്ന വഴിക്ക് കുറേ തേയിലത്തോട്ടങ്ങളും അതേപോലെ തന്നെ കാപ്പിത്തോട്ടങ്ങളും ഇവിടെ ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് കേട്ടോ ഉള്ളത്. വെള്ളമൊക്കെ കുറവാണ്, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. നല്ലൊരു അടിപൊളി വ്യൂ ആണ്. താഴേക്ക് ഇറങ്ങാൻ പറ്റും നോക്കട്ടെ കേട്ടോ. കുറച്ച് പേരൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാൻ പറ്റും നോക്കാം. നമുക്ക് നമ്മളിപ്പോൾ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ്. ഇതിൻ്റെ താഴെയാണ് കേട്ടോ നിൽക്കുന്നത്. ഈ വെള്ളം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? നമ്മുടെ മനുവില്ലേ, പുഴ കടന്ന് മുകളിലേക്ക് പോവാണ്. ഗൈസ്, ഇത് കാപ്പിയില്ലേ, കാപ്പി ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഓരോ സ്റ്റേജ് നോക്കി ഇത് കണ്ട പച്ച ചുവപ്പ് ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ഉണങ്ങിയതാണ്. അത് ഒരു മീഡിയം ടൈപ്പ് ഉണങ്ങിയതാണ്. ആ ടൈപ്പ് കണ്ടില്ല, അത് കണ്ടില്ലേ, അത് ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുള്ള സാധനമാണ് കേട്ടോ കിടക്കുന്നത്. ആ ലാസ്റ്റ് എൻഡിൽ കിടക്കുന്നത് ഓക്കെ. എന്ത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ ഗൈസ്. ഇത് ഒരു വേഴാമ്പലിൻ്റെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ. നോക്കിയൊക്കെ എത്ര ക്യാമറമാന്മാരാണ് നിൽക്കുന്നത് നോക്കി. എല്ലാവരും ആ വേഴാമ്പലിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ടീമുകളാണ്. നമ്മളിപ്പോൾ കേശവൻപാറയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ടൈമിങ് ചെയ്തിട്ടുണ്ട് 8 to 4 PM വരെ ഉണ്ട്. എക്സിറ്റ് ടൈം 5 മണിക്ക് മുമ്പായിട്ട് എക്സിറ്റ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് കേട്ടോ വാലിഡ് ടൈം എന്ന് പറയുന്നത്. കേശവൻപാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു തമിഴ് ടൈപ്പിലുള്ള ഒരു ടെമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ AVT ടീ പ്ലാന്റേഷൻ്റെ കാണാൻ സാധിക്കുന്നത്. മുമ്പൊന്നും നമുക്ക് കേശവൻപാറയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് 30 രൂപയാണ്, 15 രൂപയാണ് കേട്ടോ ചാർജ് ഒരാൾക്ക്. ഇപ്പോൾ ഞങ്ങൾ 2 പേർക്കും കൂടി 30 രൂപയായി. പിന്നെ ക്യാമറയ്ക്ക് വേറെ ചാർജ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ക്യാമറയ്ക്കൊന്നും ചാർജ് എടുത്ത് കൊടുത്തിട്ടില്ല. ഏകദേശം ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട് നമുക്ക് ഇവിടുന്ന്. നമ്മളിപ്പോൾ കേശവൻപാറ വ്യൂ പോയിന്റിലാണ് കേട്ടോ ഉള്ളത് നോക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇതവിടെ കുറച്ച് ഭാഗത്ത് കമ്പി ഇട്ടുണ്ട് കേട്ടോ. ആ കമ്പി ഇട്ടതിനുള്ള ചാർജായിട്ടാണ് തോന്നുന്നു ഇവർ 15 രൂപ ഈടാക്കുന്നത് എൻ്റെ ടിക്കറ്റ്. ഓക്കെ, കിട്ടില്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് താഴെ ഇറങ്ങാം, താഴെ നിന്ന് നോക്കാം താഴെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ കേശവൻപാറ എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നോക്കി
ആ ലാസ്റ്റ് ഒരു ബാരിക്കേഡ് ഇട്ടിട്ടുണ്ട്, ആ സ്ഥലത്ത് വന്നിട്ട് നിന്നിട്ടാണ് നമ്മളിപ്പോൾ വ്യൂ എടുക്കുന്നത്. നോക്കി അടിപൊളി വ്യൂ. നമ്മൾ സീതാർകുണ്ട് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സീതാർകുണ്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കൊല്ലങ്കോടിൻ്റെ വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നെന്മാറയുടെ വ്യൂ ആണ് കേട്ടോ. നെന്മാറയുടെ വ്യൂ, പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ, അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. സീതാർകുണ്ട് പോകുന്ന സമയത്ത് ശരിക്കും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ നെന്മാറയുടെ ഭാഗം കാണത്തില്ല, നമ്മൾ കൊല്ലങ്കോടിൻ്റെ ഭാഗം മാത്രമായിരിക്കും കാണുക. നമ്മളിനി അടുത്തത് പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്താണ്. പോപ്സ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടറിലാണ് കേട്ടോ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നമുക്കിവിടെ പ്രവേശന ഫീസൊന്നും ഇല്ല. നമ്മളിവിടെ ജസ്റ്റ് നമ്മുടെ വണ്ടി നമ്പറും ഇതും ടൈമും എഴുതിയിട്ട് നമ്മൾ നേരെ എൻട്രൻസ് ആവും കേട്ടോ. നമുക്ക് ഇവിടെ നെല്ലിയാമ്പതിൽ എവിടെ പോയി കഴിഞ്ഞാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൽ വരികയാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. നെല്ലിയാമ്പതിൽ എവിടെയും തിരക്കില്ലെങ്കിലും നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് നല്ല തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് അടിപൊളി കാഴ്ചയാണ്. നോക്കിയാൽ കൊല്ലങ്കോടിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ മഴ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് കോടയിൽ മൂടി കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു നോക്കത്താ ദൂരത്ത് കൊല്ലങ്കോടിൻ്റെയും ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ. ഇവിടെ ആ ഒരു നെല്ലിമരം കണ്ടില്ലേ, അതൊരു ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ ഇവിടെ നെല്ലിയാമ്പതിയുടെ. കേരളത്തിൽ നെല്ലിയാമ്പതിയിലാണ്. ഇവിടെ ഓറഞ്ച്, ഞാവൽപ്പഴം, പേരയ്ക്ക, ഫാഷൻ ഫ്രൂട്ട്, ചാമ്പയ്ക്ക, ബട്ടർ ഫ്രൂട്ട്, ആപ്പിൾ, സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്, അത്യാവശ്യം 10-12 ഇനം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. എൻ്റെ തോട്ടം ഉണ്ടോ? ആ, സർക്കാരിൻ്റെ തോട്ടമുണ്ട്. രാവിലെ കാണാം. ഈ കാണുന്ന എല്ലാം സർക്കാരിൻ്റെ ഓറഞ്ച് പ്ലാന്റേഷനാണ്. ആ മോളിക്കുള്ള ഓറഞ്ച് പച്ചക്കറികൾ എല്ലാം ആ ഒരാൾക്ക് 25 രൂപ. അത് നിങ്ങൾക്ക് രാവിലെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ രാവിലെ നടക്കാൻ വരുമ്പോൾ അങ്ങനെ കയറി വരാം. എത്ര മണിക്ക് തുടങ്ങുന്നത്? അതൊരു 8 മണിയാകുമ്പോൾ ഓപ്പൺ. കാണാനുണ്ട് നിങ്ങൾക്ക് നാളെ ഫുള്ളായിട്ട് ഇവിടെ കാണാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല സ്ഥലങ്ങളാണ്. ഈ വലതു ഭാഗത്തേക്ക് കാണുന്ന ഫാഷൻ ഫ്രൂട്ട് ഇവിടുത്തെ ഏറ്റവും നല്ല സ്കോഷാണ്. സ്വിമ്മിംഗ് പൂൾ വരുന്നത്, റൂമിൻ്റെ ഔട്ടറിൽ പൂൾ വരുന്നത്. ഓരോ റിസോർട്ടുകൾക്കും ഓരോ പ്രത്യേകതയും ഓരോ ചാർജുമാണ്. നെല്ലിയാമ്പതിൽ ഫിക്സഡ് ആയിട്ട് റേറ്റ് ഇല്ല. ദിവസങ്ങൾ നമുക്ക് നല്ല റേറ്റ് കുറച്ച് തന്നെ റൂമും കാര്യങ്ങളും കിട്ടും. ഏതൊക്കെ ആനിമൽസിനെ കണ്ടിട്ടുണ്ട്? ഇവിടെ ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. ആന, പുലി, കരടി, കടുവ എല്ലാം കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന ആന, കാട്ടുപോത്തും, മാൻ, ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട്. കടുവയുണ്ടോ? നമ്മൾ 1-2 വട്ടം ഇറക്കി കയറണം. മഴ സമയത്തൊക്കെ ആകുമ്പോൾ 1-2 വട്ടമൊക്കെ ഇറക്കി നോക്കി മൊത്തം ചെല്ലിപ്പെട്ട് നല്ല ഉപയോഗം. നമുക്ക് നിന്ന് ചെളി ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മിന്നാമ്പാറ പറഞ്ഞ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ശരിക്കും പാതി പേരും സീതാർകുണ്ട് വരും, പിന്നെ കേശവൻപാറ, പിന്നെ നമ്മുടെ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് അങ്ങനെയൊക്കെ പോയിട്ട് ആൾക്കാർ കൂടുതൽ വരും പൂണ്ട. ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി കൂടെ എടുക്കണം. അപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ നെല്ലിയാമ്പതി വന്നത് കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി എടുത്തിട്ട് നമ്മളിപ്പോൾ മിന്നാമ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 വ്യൂ പോയിൻറ്റോളം പോകുന്നുണ്ട് നമുക്ക് ഈ ജീപ്പ് സഫാരി എന്ന് പറയുന്നത്. ഉണ്ടല്ലോ, ഇതൊരു ഫസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇത് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടെന്ന് ശരിക്കും. അവർ പറയുന്നത് ജീപ്പിൻ്റെ ഡ്രൈവർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ സമയത്ത് വരണം, അപ്പോഴാണ് ഓഫ് റോഡ് ജീപ്പ് സഫാരി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, നമുക്ക് കൊല്ലങ്കോടും ഇതിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പാലക്കാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു മലനിരയാണ് കേട്ടോ കാണുന്നത്. ഇതാണ് ഏറ്റവും വലിയ മലനിര എന്നൊക്കെ പറയപ്പെടുന്നത്. അതിൻ്റെ താഴെ കൂടി റോഡ് പോകുന്നുണ്ട്. ആ റോഡിലൂടെയാണ് ബ്രഹ്മരം മൂവിയുടെ ഷൂട്ടിങ്ങൊക്കെ, ആ മോഹൻലാൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്താണ് കേട്ടോ. വേറെയും പിന്നെ ഒരുപാട് മൂവീസിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ബ്രഹ്മരം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആതിരപ്പള്ളി, മലക്കപ്പാറ,
പിന്നെ വാൾപ്പാറ, പറമ്പിക്കുളം, അങ്ങനെ എല്ലാ മലനിരകളും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ കാണുന്ന റോഡിലൂടെയാണ്, ഈ കാണുന്ന റോഡില്ലേ അത് നേരെ ഇത് ട്രൈബൽ ഏരിയയിലേക്കുള്ള റോഡാണ്. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിക്കുളം പോകാൻ പറ്റും. പക്ഷെ അതൊന്നും പെർമിഷൻ ഇല്ല, നമുക്കൊന്നും പോകാനുള്ള പെർമിഷൻ ഇല്ല. ആ ട്രൈബൽസിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ അങ്ങോട്ട് പോകാനായിട്ടുള്ളത്. നമുക്ക് മിസ്റ്റി വാലി എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. അത് ഇതിൻ്റെ ബാക്കിലാണ്, ഈ കാണുന്ന മലനിരകളുടെ ബാക്കിലായിട്ടാണ് മിസ്റ്റി വാലി. അവിടെയൊക്കെ നമ്മൾ നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കൺഫേം ആയിട്ട് കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നെക്സ്റ്റ് സ്റ്റേ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ മിസ്റ്റി വാലി അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ റിസോർട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്തിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ നൈറ്റ് സഫാരി, ഫുഡ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. നമ്മളങ്ങനെ ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ നെല്ലിയാമ്പതി പോകണം. നെല്ലിയാമ്പതിയിൽ നിന്ന് നമുക്കൊരു ഏകദേശം 60 കിലോമീറ്ററോളം നമുക്ക് പാലക്കാട് ടൗണിലേക്കുണ്ട്. നമ്മൾ ഇതുവരെ ഒരു 5 മണിക്ക് ശേഷം ഒന്നും നെല്ലിയാമ്പതിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമുക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് നമ്മൾ 5 മണിക്ക് ശേഷം താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ വല്ല ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വല്ല കാട്ടുപോത്തിനെയോ ആനയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയ്ക്ക് ഇറങ്ങുന്ന വഴിക്ക് കാണുന്നൊരു സൺസെറ്റാണ് കേട്ടോ കാണുന്നത്. അടിപൊളി. ഇങ്ങനെ ഇറങ്ങി താഴേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മലനിരകളിലൂടെ നേരെ താഴേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നേരെ ഇരുട്ടി തുടങ്ങിയതുകൊണ്ടാണ് കേട്ടോ കാട്ടുപോത്ത് കാട്ടിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി റോഡ് സൈഡിൽ നിൽക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഉഗ്രം കാട്ടുപോത്താണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ടൻ സാധനം ശരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഫ്രണ്ടിക്ക് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാട്ടാ.